ഈ കേസിൽ തുടക്കത്തിലും വിചാരണ സമയത്തും 2 സ്ത്രീകളുടെ ഇടപെടൽ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് വേണ്ടിയാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നതെന്ന് പ്രതി പറഞ്ഞതായി അതിജീവിത കോടതിയിൽ മൊഴി നൽകിയതിൽ പറഞ്ഞിട്ടുണ്ട്. അതിജീവിത പോലീസിന് നൽകിയ പരാതിയിലും ഒരു ലേഡിക്ക് വേണ്ടിയാണ് കുറ്റകൃത്യം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലേഡിക്കെതിരെ അന്വേഷണം നടന്നതായി കുറ്റപത്രത്തിൽ ഒരിടത്തും കാണുന്നില്ല. ആ ലേഡി എവിടെ പോയി? എന്തിനു വേണ്ടിയായിരുന്നു പ്രതി ഒരു ലേഡിയുടെ ഇടപെടലുണ്ടെന്ന് അവകാശപ്പെട്ടത്? ഈ ലേഡിയുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തുകൊണ്ട് നടന്നില്ല? പകരം 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ ഗൂഢാലോചന, ബലാത്സംഗം, വീഡിയോ പകർത്തൽ എന്നീ കുറ്റകൃത്യങ്ങൾക്ക് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. ഈ ലേഡിക്കെതിരെ അന്വേഷണം നടത്താത്തതിൻ്റെ ആഘാതത്തിനെക്കുറിച്ച് വിധിന്യായത്തിൻ്റെ 1427 നമ്പർ പേജിൽ വിശദമായി കോടതി പ്രതിപാദിക്കുന്നുണ്ട്. ഇതിലും അത്ഭുതം നിറഞ്ഞതാണ് രണ്ടാമത്തെ ലേഡിയുടെ ഈ കേസിലെ ഇടപെടൽ. പ്രോസിക്യൂഷൻ കഥയിലെ രണ്ടാമത്തെ അദൃശ്യമായ സ്ത്രീ സാന്നിധ്യം കോടതി നിരീക്ഷിക്കുന്നത് കൃത്യം നടന്ന ദിവസം, അതായത് 17/2/2017 ഓപ്പറേഷൻ തുടങ്ങുന്നത് ഏതാണ്ട് വൈകിട്ട് 4:30 മണിക്കാണ്. 3:44 വരെ ഒന്നാം പ്രതിയുടെ ഫോണിൽ ഈ അദൃശ്യ സ്ത്രീയുടെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. 6:22 7:59 ഇടയ്ക്ക് ഈ സ്ത്രീ 6 തവണയാണ് ഒന്നാം പ്രതിയെ വിളിച്ചത്. അപ്പോൾ ഒന്നാം പ്രതി XUV വാഹനത്തിൽ അതിജീവിതയോടൊപ്പം ആയിരുന്നു. 4:30 മണി മുതൽ 10:48 വരെയാണ് കൃത്യത്തിൻ്റെ സമയം. സ്ത്രീ 9:03 9:56 ഇടയിൽ 7 മെസ്സേജുകൾ പിന്നെയും അയച്ചു. ഈ സ്ത്രീയുടെ കാൾ ഡീറ്റെയിൽസ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയില്ല. ഈ സ്ത്രീയെ ഒരു സാക്ഷിയായിട്ട് പോലും വിസ്തരിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട രേഖ ഒന്നും തെളിവിനായി എടുക്കാത്ത പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് അത് അവരുടെ സ്വകാര്യതയെ നശിപ്പിക്കും എന്നാണ്. വിധിന്യായത്തിൻ്റെ 1435 നമ്പർ പേജിൽ കോടതി ഇതിനെക്കുറിച്ച് വിലയിരുത്തിയത് പ്രതിയും ദിലീപും തമ്മിലുള്ള ബന്ധം ഈ ലേഡിക്ക് അറിവുള്ളതായിരിക്കുമെന്നും കൃത്യത്തിൻ്റെ തൊട്ട് മുൻപ് വിളിച്ചതിനാൽ ഈ ഉദ്യമത്തെക്കുറിച്ച് വിവരം നൽകാൻ ഏറ്റവും കോമ്പിറ്റൻ്റ് പേഴ്സണായ സാക്ഷിയാകുമായിരുന്നു എന്നുമാണ്. ഈ സ്ത്രീകളെ പോലീസ് പ്രതിയായോ സാക്ഷികളായോ കോടതിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഈ കേസിൻ്റെ ഗതി മറ്റൊന്നാകുമായിരുന്നു. ഈ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കോടതിയിൽ കാര്യമായ തർക്കങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. ചില ചെറിയ വൈരുദ്ധ്യങ്ങളും ഒഴിവാക്കലുകളും ഒഴികെ പ്രതികളുടെ ഭാഗത്തു നിന്നും നോ മെറ്റീരിയൽ കോൺട്രഡിക്ഷൻസ് ഓർ ഒമിഷൻസ് വെർ ബ്രോട്ട് ഔട്ട്. അതായത് ബലാത്സംഗം നടന്നിട്ടേയില്ല എന്ന് തെളിയിക്കേണ്ട പ്രതികൾ അതിനുള്ള അവസരം കോടതിയിൽ വിനിയോഗിച്ചില്ല. പേജ് നമ്പർ 72 കോടതി ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അപ്പീൽ കൊടുത്താലും അപ്പീൽ കോടതിയിൽ ഇതിനുള്ള അവസരം പ്രതികൾക്ക് ലഭ്യമല്ല. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 5 വക്കീലന്മാരാണ് കേസ് നടത്തിയത്. 17/2/2017 7:45 PM രണ്ടാം പ്രതി ഓടിച്ച XUV വാഹനത്തിൽ യാത്ര ആരംഭിക്കുന്നത്. ഡ്രൈവറെ അറിയില്ലായിരുന്നു. വാഹനം പതുക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ടോൾ പ്ലാസ വരെയുള്ള നിർദ്ദേശങ്ങൾ ഡ്രൈവർക്ക് കൊടുത്തതും വാഹനം നെടുമ്പാശ്ശേരി എയർപോർട്ട് കഴിഞ്ഞപ്പോൾ മറ്റൊരു വാഹനം XUVയുടെ പുറകിൽ വന്നിടിച്ചു. അതിലുണ്ടായിരുന്നവർ XUV നിർത്താൻ ആവശ്യപ്പെട്ട് XUVയെ മറികടന്ന് തടഞ്ഞു നിർത്തി. അതൊരു വാനായിരുന്നു. വാനിലെ യാത്രക്കാരും രണ്ടാം പ്രതിയും തമ്മിൽ തർക്കമുണ്ടായി. കുറച്ചു കഴിഞ്ഞ് രണ്ടാം പ്രതി വാഹനത്തിൽ തിരിച്ചു കയറി. വാനിൽ സഞ്ചരിച്ചിരുന്ന 3ഉം 4ഉം പ്രതികൾ XUVയിൽ കയറി അരിപ്പുറപ്പിച്ചു. വാൻ XUVയെ പിന്തുടർന്നു. വാഹനം എറണാകുളം ഭാഗത്തേക്ക് നീങ്ങി.